വന്നണ്ടോ വന്നുണ്ട് This is Kochi Machan and welcome back to another vlog. അപ്പോൾ ഇന്ന് നമ്മുടെ റൈഡിൻ്റെ 4th ഡേ ആട്ടോ. ഞങ്ങൾ കോട്ടയത്താണ് സ്റ്റേ ചെയ്തേക്കണേ. രാജ് റിജൻറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. ഇതാണ് അതിൻ്റെ പുറത്തത്തെ വ്യൂ. ഓക്കെ, സമയം ഇപ്പോൾ ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. ഞങ്ങൾ 7 മണിക്ക് മീറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ താഴത്തേക്ക് പോകണു. താഴത്തേക്ക് വീട് നോക്കുമ്പോൾ നോക്കാം ആരെങ്കിലുമൊക്കെ മീറ്റപ്പ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോയെന്നോ എനിക്കറിയില്ല. ഞങ്ങൾ ഇന്നലെ സ്റ്റാറ്റസ് രാത്രിയായിട്ട് ഇട്ടേ. അപ്പോൾ താഴെ പോയി നോക്കാം എന്തായാലും. രാവിലെ തന്നെ അദ്ദേഹം ഇവിടെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം. ഹലോ ഹായ്. അപ്പോൾ ഇത്രയും പിള്ളേരാട്ടോ നമ്മുടെ ഇന്ന് കോട്ടയം മീറ്റപ്പിന് വന്നേക്കണേ. അതിരാവിലെ എഴുന്നേറ്റ് നമ്മളെ കാണാൻ വന്നിട്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തരെ ആയിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം അല്ലേ. റോബൻ, ക്രിസ്റ്റി, ജെയ്സൺ, അഭിജിത്ത്, അവിനാഷ്, ആശിഷ്, ലിജോ, ആംസ്, മിലൻ, ഇന്ദ്രജിത്ത്, ശ്രീജിത്ത്, അനിൻ, ബോബി, അനുഗ്രഹ്, റോബി, എബി, സിറിൽ. അപ്പോൾ ഇത്രയും പേരാട്ടോ ഇന്ന് നമ്മുടെ മീറ്റപ്പിന്. നിങ്ങൾക്ക് കണ്ട ഈ ബൈക്കൊക്കെ കണ്ട എല്ലാവരും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഞാൻ ഇപ്പം താക്കോലെടുത്തിട്ട് വരാം അതിൻ്റെ. വേഗം വരാം, ഞാൻ മേളിൽ പോയിട്ടെ. നമുക്ക് ചാവി ഇട്ടിട്ടുണ്ട്. ജോധ്പുരോട് സ്ട്രീറ്റ് ട്രിപ്പിലാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. വന്നിട്ട് ചാവി കുറച്ചൊന്ന് ചൂടായാലൊന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. പുള്ളിയുടെ വണ്ടി ഇപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് പിന്നെ അത് റിവേഴ്സ് ചെയ്തത്. ഇതൊക്കെ ഫോൾ സ്റ്റാർട്ടിൽ കിടക്കുക. കുറച്ച് ടെമ്പറേച്ചറാണ്, എന്നാലും ഒന്ന് റിവ് ചെയ്യാൻ പറ്റും. പുതിയ ടൈഗറും പഴയ ടൈഗറിൻ്റെ വ്യത്യാസം അത് ഈ വണ്ടിയിലുണ്ട്. ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് ചെയ്തല്ലേ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹോട്ടലിൻ്റെ ഓണേഴ്സ്. ഇവരാണ് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. പിന്നെ അപ്പോൾ ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളായുള്ളൂ. അപ്പോൾ അവരോട് തന്നെ നമുക്ക് ഹോട്ടലിലെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കാം. ഹോട്ടൽ തുടങ്ങിയിട്ട് നമ്മൾ 3 മാസം ആയുള്ളൂ. 3 മാസം. ഓക്കെ. ഇന്ന് രാവിലെ പിള്ളേർ വന്നപ്പോൾ പറഞ്ഞു പുതിയതായിട്ട് അവർ ചോദിച്ചു സ്റ്റേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. റൂംസ് ഒക്കെ അടിപൊളിയായിരുന്നില്ല? അതെ, ഞങ്ങൾക്ക് ഫുഡും അടിപൊളിയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്ത്. അതെ അപ്പോൾ അടിപൊളിയായിരുന്നു. സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. യെസ്, ഇത് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ദിസ് ഈസ് കൃഷ്ണ ആൻഡ് മോബിൽ. യെസ്, രാജ് റീജൻറ്റ്. അപ്പോൾ കൊള്ളാം. എന്തായാലും താങ്ക് യു. ഉറപ്പായിട്ടും ശരി, പോവാം. അപ്പോൾ ഞങ്ങൾ കാറ് നേരത്തെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോകും. കാര്യം ഇനി നല്ല റോഡാണെന്നാണ് കേട്ടത്. അപ്പോൾ അതനുസരിച്ചുള്ള പോക്ക് നമ്മുടെ ബൈക്കേഴ്സിൽ നിന്ന് ഉണ്ടാവും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് കാറ് നേരത്തെ ഇറങ്ങിയായി. ഞാൻ ഇന്ന് കാറിലായിരുന്നു, ഞാൻ ബൈക്ക് എടുക്കണില്ല, ഇനി ഞാൻ കാറിലാണ്. അപ്പോൾ നമുക്ക് പോവാം. ഇനി കോവളത്താണ്. ഞങ്ങളിന്ന് ശംഖുമുഖത്തൊരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി അവിടെ വെച്ച് നമുക്ക് കാണാം. അപ്പോൾ നേരെ ഇനി കോവളത്തേക്ക്. അപ്പോൾ നമ്മൾ കാറിൽ കയറി പോകുകയായി. നമ്മൾ ഇന്നിപ്പോൾ എത്ര ഡിസ്ട്രിക്റ്റ് കവർ ചെയ്തു? 10 അല്ലേ? 10 ഡിസ്ട്രിക്റ്റ് കവറായിട്ടോ. ഇന്ന് ഡേ 4, ദ സെക്കൻഡ് ലാസ്റ്റ് ഡേ. നാളെയും കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ പോകാൻ പോണത്
കോവളം ബീച്ചിൻ്റെ സൈഡിലാട്ടോ നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. ഞങ്ങളവിടെ നേരത്തെ എത്തും. ഇന്ന് നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് ബീച്ചിലൊക്കെ പോയി കുറച്ച് എൻജോയ് ചെയ്യണം എന്ന് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് കോട്ടയം ട്രിവാൻഡ്രം അധികം ഡിസ്റ്റൻസ് ഇല്ല, നമുക്കൊരു 2.5-3 hours നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ സമയത്ത് ഇറങ്ങി വൈകിട്ട് ബീച്ചിലൊക്കെ എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇതുവരെ റൈഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല സ്മൂത്തായിട്ട് പോയി. ഇന്ന് രാവിലെയും കുറേ പേര് മീറ്റ് ചെയ്യാനൊക്കെ വന്നു, അപ്പോൾ അതും അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം, പോവാം നേരെ ട്രിവാൻഡ്രത്തേക്ക്. നൈസ് ടു മീറ്റ് യു. ഇതാണ് ഇപ്പോഴത്തെ ബ്ലോക്ക്. ഇവിടെ ഈ ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ പണിയുണ്ട്, നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. എനിക്ക് അവരുടെ കാര്യം എനിക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ട്. ബൈക്കിൻ്റെ ഇത് വേറെയാ. ഇത് സസ്പെൻഷനൊക്കെ ലോവർ ചെയ്തുകൊണ്ടേ കുറച്ച് പണിയായത്. ഇതൊക്കെ ഇതിന് മറ്റേ നമ്മൾ ഉറുമ്പിക്കരയൊക്കെ പോണ ഫീലായി ഈ വണ്ടിയിൽ. നമ്മൾ കുറച്ച് അണ്ണിവൺ റോഡിൽ കയറിയാൽ ഓഫ് റോഡ് ആവും. ഇതൊക്കെ ഉറുമ്പിക്കരയാ വണ്ടിക്ക്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം എത്തി, ട്രിവാൻഡ്രം എത്തിയപ്പോൾ തന്നെ ബ്ലോക്കോടെയാണ് നമ്മളെ വെൽക്കം ചെയ്തത് ട്രിവാൻഡ്രം. വളരെയധികം നന്ദിയുണ്ട്. എറണാകുളത്ത് നിന്ന് കുറച്ചാൾ മാറി നിന്നതിൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അടിച്ച് കത്തിച്ചാ വന്നത്. ഇപ്പം എത്ര നേരം ബ്ലോക്കിൽ കിടന്ന് ഓടിച്ചിട്ട് ഇത്ര നല്ല റോഡ് കിട്ടിയേ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ സ്റ്റേ, കോവളം ബീച്ചിൻ്റെ ജസ്റ്റ് സൈഡിൽ തന്നെയാണ്. പക്ഷേ അങ്ങോട്ട് റൈറ്റിലേക്ക് പോയാൽ ബീച്ച്, അങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് പോയാൽ കോവളം ബീച്ചിലേക്ക് പോകണം മെയിൻ റോഡ് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഒരു ഹോം സ്റ്റേ ആണ് നമ്മൾ സെറ്റ് ചെയ്തത്. 3-4 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോയ്സ് വി ആർ റെഡി ഫോർ ദ മീറ്റപ്പ്. നമ്മൾ മീറ്റപ്പിന് റെഡി. അപ്പോൾ അങ്ങോട്ടാട്ടോ കോവളം. നേരെ ശംഖുമുഖം ബീച്ചിലേക്കാണ് പോണേ. അവിടെ മീറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, മീറ്റപ്പിലേക്ക് പോണു. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കോവളത്താണ്. അപ്പോൾ കോവളത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 12-15 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ശംഖുമുഖം ബീച്ച്. എന്നാ നല്ല റോഡാ, ഒരു രക്ഷയില്ലാത്ത റോഡ് കേട്ടോ, പൊളി റോഡ്. മോനെ ഇവിടെയൊക്കെ തോന്നണം എല്ലാരും കൂടെ എടുത്തിട്ട്. കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു റോഡില്ലാട്ടോ. കൊച്ചിയിൽ റോഡുണ്ട്, പക്ഷെ ഇങ്ങനത്തെ റോഡ് ഉണ്ടെങ്കിലും കുറെ ചാട്ടവും നമ്മുടെ കണ്ടെയ്നർ റോഡാണ് ഉള്ളതിൽ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ തൃശ്ശൂർ ഹൈവേ ഉണ്ട്, ചാടൊക്കെ കുറെ ക്യാമറ ഉണ്ട്, പക്ഷേ ഈ റോഡ് കൊള്ളാം. ഇവിടെ എന്ന് തോന്നണല്ലേ നമ്മുടെ ട്രിവാൻഡ്രം ബോയ്സ് വണ്ടി പൊളിക്കണത്, അടിപൊളി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോർ എ ചേഞ്ച് ഒന്ന് മൾട്ടിസ്റ്റാർ 950 എടുത്ത് ഓടിക്കണം. അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ആ അഗ്രസീവ് ഇനീഷ്യലിൽ കിട്ടുന്ന അഗ്രസീവ് ശരിക്കും മനസ്സിലാവും കേട്ടോ. ശംഖുമുഖത്തേക്കുള്ള വഴി അറിയില്ല. ഞങ്ങൾ 3 പേര് മാത്രമുണ്ട്. ഞാനുണ്ട്, JF ഉണ്ട്, പിന്നെ നമ്മുടെ ഹർസ് ബ്രോയും ഉണ്ട്. ബാക്കി എല്ലാവരും ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇത് എന്ത് സുഖമാണ്, കാറ്റൊന്നും അടിക്കണമില്ല. ഇവിടെയൊക്കെ ഒരു കാറ്റുമില്ല, ഒരു തേങ്ങയില്ല. കുറച്ച് ഹീറ്റ് ഉണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഹീറ്റ് ഉണ്ട്. പക്ഷെ വേറെ ഒരു തരി കാറ്റടിക്കണം കേട്ടോ. മേത്തേക്ക് അങ്ങനെ അടിക്കുന്നത്. ഈ വൈസർ ഇത്രയും വലുത്, ഇനിയും പൊക്കാം. വൈസർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. കണ്ടോ, ഇങ്ങനെ പൊക്കി വെക്കാം വൈസർ. എടാ വന്നണ്ട്. ഓക്കെ, നമ്മളെല്ലാം
ഞാൻ നോക്കുമ്പോഴേ പുള്ളിനെ ചൂണ്ടിക്കാണിച്ചിട്ട് മാസ്ക് ഇല്ലാന്നൊക്കെ. ബാക്കിൽ ഹെൽമെറ്റ്, പില്ലിയന് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഒരു ടീം ഉണ്ടായിട്ടോ, അവരെയാണ് പൊക്കിയത്. പണ്ട് വന്നിട്ടോ ഇവിടെയൊക്കെ കുറേ നാളുകൾ മുമ്പ്. ഞാൻ പഠിച്ചതൊക്കെ ട്രിവാൻഡ്രത്താണ്, +1 +2 ഒക്കെ. അപ്പോൾ ആ സമയത്ത് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അല്ലാണ്ടും വന്നിട്ടുണ്ട് ശംഖുമുഖം ബീച്ചൊക്കെ. പക്ഷേ വഴി മറന്നുപോയി. പഴയ ട്രിവാൻഡ്രം അല്ല, പഴയ ട്രിവാൻഡ്രം അല്ല ഇപ്പോൾ. അങ്ങനെ നമ്മൾ ശംഖുമുഖം ബീച്ച് എത്തി. ഇതാണ് ശംഖുമുഖം ബീച്ച്. ഇവിടെ ബീച്ചൊക്കെ ഇപ്പോൾ അത്ര സുഖമില്ല, ബീച്ചൊക്കെ കുറച്ച് നശിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത്. കാര്യം എന്തോന്ന് കടൽ കയറി ആകെ നാശമാക്കി. നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചും അങ്ങനെ കേട്ടോ, ഫോർട്ട് കൊച്ചി ബീച്ചും ആകെ കടലൊക്കെ കയറി ആകെ നാശമാക്കി. ഓ മാൻ, ഇവിടെയൊക്കെ അടച്ച് കെട്ടിയല്ലേ ബീച്ചൊക്കെ, കട്ട ബാഡ്. ഉദ്ദേശിച്ച അത്രയും തിരക്കൊന്നും ഇല്ല, എന്നാലും താക്കോല് വരെ ചൂടായിരുന്നു വണ്ടിയുടെ. ഡുക്കാറ്റിയുടെ ചൂടായില്ല, പിന്നെ ട്രയംഫിന്റെ ചൂടായ. അയ്യോ. അപ്പൊ ഈ ദിവസം നമ്മൾ ശംഖുമുഖം ബീച്ചിൽ തെണ്ടി തിരിയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇറങ്ങാൻ പറ്റാത്ത ബീച്ച്. അവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഭയങ്കര വിഷമം. ഞങ്ങൾ സത്യാവസ്ഥ പറഞ്ഞുതരാം. ഞങ്ങൾ കോവളം ബീച്ചിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാ താമസിക്കണേ. നമ്മൾ 20 കിലോമീറ്റർ ഇവിടെ വന്നു. വീടിന് മേളിൽ നോക്കിയാൽ ബീച്ചാ, 2 മിനിറ്റ് നടന്ന ബീച്ചാ. ശരി, 2 മിനിറ്റ് ബീച്ച്. എന്നിട്ട് ഞങ്ങൾ 20 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചിട്ട് ബീച്ചിൽ ഇറങ്ങാൻ പറ്റാത്തൊരു ബീച്ചിൽ വന്നു. നല്ല രസമുണ്ടല്ലേ, സൺസെറ്റ് കാണാം. അതിനല്ലേ ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോകാം. ഇത് അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ, ഇത് വല്ല വഴിയുണ്ട്. ഇത് അവിടെ അകത്താരൊക്കെ നിൽക്കുന്നുണ്ട്. ചേട്ടാ അങ്ങോട്ട് പോകാൻ ഒരു വഴിയില്ല, കറങ്ങി. എന്താ പറ്റിയ ഇവിടെ? ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ ഇവിടെ ഉള്ളതല്ല. എന്താ കാര്യം? ഓ ഓക്കെ, അടിപൊളി. ഇല്ലില്ല, കുറച്ചങ്ങോട്ട് പോയിട്ട് വന്നു തിരിച്ച്. കോളത്ത് കയറ്റോ? അപ്പോൾ ദേ നമ്മൾ നമ്മുടെ ശംഖുമുഖം ബീച്ചിലെ പരിപാടി മീറ്റപ്പിന് കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ല, ലൊക്കേഷനും കറക്റ്റ് അല്ലായിരുന്നു. പിന്നെ ഇവിടെ ബീച്ച് പൂട്ടി, ഞങ്ങൾ കാണിച്ചാൽ അവിടെ പോയപ്പോൾ ബീച്ച് പൂട്ടിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും ശോകം. കാരണം ഞങ്ങൾക്ക് ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നേരെ കോവളത്തേക്ക് തിരിച്ചു പോകണു. നമ്മുടെ കുറച്ച് വണ്ടികൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മേ, ഞങ്ങൾ കുറച്ചങ്ങ് നടന്നുള്ളൂ, കുറച്ചേ നടന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നു. പിന്നെ കുറച്ച് ഡെസ്പൈപ്പ്, ഞങ്ങൾ ബീച്ചിലേക്ക് ചാടാൻ വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്താൽ വന്നത്. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഇനി കോവളത്തേക്ക് പോകാം കേട്ടോ. കോവളത്തേക്ക് പോയി ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചാടാൻ പറ്റും. സോറി, ഞാനൊരു കാര്യം മറന്നുപോയി. ഈ വണ്ടിക്ക് ടയർ കുറവാണ്. ടയർ തീരാറായിരിക്കും. പെട്ടെന്ന് കൈ കൊടുക്കാൻ പറ്റില്ല, എനിക്ക് പയ്യെ പോകാൻ പറ്റുള്ളൂ. ആ ഒരു ആവേശത്തിന് കൈ കൊടുത്തു പോയതാ. അപ്പോൾ കഴിഞ്ഞു കേട്ടോ ശംഖുമുഖം. നമ്മുടെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് എന്താ പറയുക, ഇനി നമ്മൾ തിരിച്ച് കൊച്ചിക്ക് പോകുന്ന വഴിയുള്ള ഡിസ്ട്രിക്റ്റുകളേ ഉള്ളൂ. അങ്ങനെ വലിയ കറങ്ങിപ്പോകേണ്ട സെറ്റപ്പൊന്നുമില്ല. നാളെ നമ്മൾ കൊല്ലം പിന്നെ നമ്മൾ പോണ വഴി വർക്കല ഒന്ന് കയറും. അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ, കൊച്ചി കഴിഞ്ഞു. നമ്മുടെ റൈഡ് കഴിഞ്ഞിരിക്കുന്നു. അതായിരിക്കും നമ്മുടെ നാളത്തെ പരിപാടി. അപ്പോൾ ഇന്ന് പോയാൽ ഇന്ന് കുറച്ച് പരിപാടി എന്ന് വെച്ചാൽ ചിലപ്പോൾ ബീച്ചിലേക്ക് പോവും. ഓക്കെ, നമ്മുടെ പഴയ സാധനം കേട്ടോ. ഞാൻ നടുക്ക് കൂടെ പോവും, അതൊരു സൈഡ് പറന്ന് പോവും. ഇപ്പൊ കാണാം കേട്ടോ, അതേത് തന്നെ. അടിപൊളി. അതായിരുന്നു നമ്മുടെ ഇന്നത്തെ
ദിവസം കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മൾ ഇപ്പോൾ തിരിച്ച് റൂമിലേക്കല്ല, അവിടെ ചെറിയൊരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയി കുറച്ച് എൻജോയ് ചെയ്ത് ചില്ലൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. നമ്മൾ റൈഡ് പിന്നെയും നാളെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും റൈഡൊക്കെ അടിപൊളിയായിരുന്നു. SBIയുടെ ഒപ്പമുള്ള റൈഡ് ഇനിയും അടിപൊളി റൈഡ്സും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കാം. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. വണ്ണിലേക്ക് പോട്ടെ, സ്ഥലം മാറിപ്പോയി. പ്ലീസ് ഇവൻ ഈ മൈക്ക് പുറകെ കയറി അപ്പം ഇഗ്ലാക്കല്ലോ. എടാ സോറി ഞാൻ തോറ്റു. അതാണ് വേണ്ടത് നമുക്ക്. ഫുൾ ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് വെയിലത്ത് Z900 ഇതിൽ കൂടുതൽ എന്ത് വേണം?